ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. അഹമ്മദ് ഷെറീനാണ് ലിഫ്റ്റ് സ്മൈൽ ഡിജിറ്റൽ അക്കാഡമിയിൽ നിന്ന്. നമ്മളുടെ സൈക്കോളജി റിവിഷൻ തുടരുകയാണ്. പേപ്പർ 328 അഡോളസൻസ് ആൻഡ് യങ് അഡൽട്ട്ഹുഡ്, കൗമാരവും മുതിർന്നതിൻ്റെ ആദ്യത്തെ ഘട്ടവുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കൗമാരം നമുക്കറിയാം, ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ്. അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ശാരീരികമായ മാറ്റങ്ങൾ, ആൾ വളരെ പെട്ടെന്ന് മെച്ചുറേഷനിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പെൺകുട്ടികൾ ഒരു 2 വർഷം നേരത്തെയാണ് കൗമാരത്തിലേക്ക് വരിക. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 12 മുതൽ 17 വയസ്സ് വരെയാണ് കൗമാരം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10 വയസ്സ് മുതൽ തന്നെ കൗമാരത്തിലേക്കുള്ള വളർച്ചകൾ തുടങ്ങും. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ശാരീരികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബോഡി ഹെയറിൻ്റെ വളർച്ച, അതേപോലെ ആൺകുട്ടികളുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഷോൾഡറിൽ വീതി ഉണ്ടാവുക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുവേഷൻ ആരംഭിക്കും. അതേപോലെ തന്നെ ഹൈറ്റ്, വെയിറ്റ്, അരക്കെട്ടിൻ്റെ വികാസം, ബോഡി ഹെയർ ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, മാരടങ്ങളുടെ വളർച്ചയൊക്കെ ഈ ഒരു പ്രായത്തിൽ സംഭവിക്കും. ഇത് ശാരീരികമായ വ്യത്യാസമാണ്. പ്രധാനമായിട്ടുള്ള ബുദ്ധിപരമായ വളർച്ചകൾ, ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ്, കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾ വെച്ച് വിശദീകരിക്കാനുള്ള കഴിവുണ്ടാക്കുക. മാതൃകാപരമായ ചിന്ത, അതായത് ഇങ്ങനെ അല്ലല്ലോ ആവേണ്ടത്, ഇങ്ങനെയല്ലേ ആവേണ്ടത് എന്നുള്ള ഐഡിയലിസ്റ്റിക് ചിന്തയെ നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുക. പ്രപ്പോസിഷണൽ തിങ്കിങ്, അതായത് കാര്യങ്ങൾ മാറ്റിമറിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഒന്ന് കാര്യകാരണ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കുക. അതേപോലെ തന്നെയാണ് ഒരു മുതിർന്നു അല്ലെങ്കിൽ ഞാൻ വലിയ ആളായി എന്ന രീതിയിലുള്ള ഒരു സ്വന്തം ബോധത്തെക്കുറിച്ചുള്ള വളർച്ച കൂടി വരും. സാമൂഹികമായും വൈകാരികമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒന്ന് അവരെ സ്വന്തം എന്നുള്ള രീതിയിൽ സ്വത്വബോധം വളർന്നു വരുന്ന ഒരു പ്രായം. അവരുടെ വസ്ത്രങ്ങളിൽ, അവരുടെ മാനറിസങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ അവർക്ക് എന്താണ് സംഭാവന ചെയ്യാൻ പറ്റുക എന്ന രീതിയിലുള്ള ഒരു വളർച്ച. പിന്നെ അതേപോലെ തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള, കുട്ടി എന്നതിൽ നിന്ന് കുട്ടിത്വത്തിൻ്റെ അവസാനം അടയാളപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണല്ലോ, ആ രീതിയിലുള്ള മാറ്റങ്ങൾ. ഇത് രണ്ടാണ് വൈകാരികമായ രംഗത്തുണ്ടാകുന്ന വളർച്ച. എന്തൊക്കെയാണ് ഈ സമയത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ? ഒന്ന്, അവരുടെ ജീവിതം സീരിയസ് ആവുകയാണ്. കുട്ടികളിയല്ല. കരിയർ ചോയ്സുകൾ തീരുമാനിക്കണം. എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. പ്രധാനപ്പെട്ട വേറൊരു വിഷയം അവരുടെ ബോഡി ഇമേജാണ്. നമുക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ കാണുന്നതാണ്. മസിൽ പിടിച്ച് ഷേപ്പൊക്കെ ഒപ്പിച്ച് ആൺകുട്ടികൾ നടക്കുന്നു. ഭംഗിയെക്കുറിച്ച് വളരെയധികം ബോധേഡായി പിമ്പിൾസിനെ കുറിച്ചും പ്രസൻറ്റേഷൻസിനെ കുറിച്ചും ഡ്രസ് സെൻസിലൊക്കെ പെൺകുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്നു. ഈ രീതിയിലുള്ള ബോഡി ഇമേജ് ഇഷ്യൂസ്. ഏർലി മെച്ചുറേഷൻസ്, ചിലപ്പോൾ കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ മുതിർന്നവരാകും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അതേപോലെ തന്നെ ബിഹേവിയറിൽ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിനൊത്തുള്ള വളർച്ച ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും ഉണ്ടാകും. പിന്നെ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒന്ന് സബ്സ്റ്റൻസ് അബ്യൂസ്, ടൊബാക്കോ ആയാലും പുകയിലയായാലും അതല്ല വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും ഈ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാധനങ്ങളുടെ ഉപയോഗം ആരംഭിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ബാക്കിയുള്ളവരെ, പിയർ റോൾ, ബാക്കിയുള്ളവരെ നോക്കി അവരുമായി ജീവിതം കമ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രശ്നം. മീഡിയ ആൻഡ് ടെക്, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റ ഉൾപ്പെടെയുള്ള മീഡിയകൾ, അവിടെ നിന്ന് കിട്ടുന്ന സ്വാധീനം, അവരിലെ വീഡിയോ, അതിൽ എൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്യുക, ഞാൻ അവിടെ ഉണ്ടാകുക, അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് കുട്ടികൾ കടന്നു പോകുന്ന ഒരു പ്രായം. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, കുട്ടിത്തത്തിൽ ചൈൽഡിഷ് ബിഹേവിയറിൽ പാരൻറ്റും ടീച്ചറൊക്കെ ഒരു സപ്പോർട്ടീവ് ലെയറിലാണ് സംസാരിക്കുക. നേരെ മറിച്ച് കൗമാരത്തിലെത്തുന്ന സമയത്ത് അവരോട് ഒരു ശത്രുതാ മനോഭാവം വരികയും പലപ്പോഴും ഫ്രണ്ട്സിനോട് കൂടുതൽ പ്രാമുഖ്യം വരികയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. പിന്നീട് അതിനേക്കാൾ, അതായത് അഡൽട്ട്ഹുഡിൻ്റെ തുടക്കത്തിലേക്ക് വരുന്ന സമയത്ത്, മുതിർന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ വരുന്ന ഒരു വെല്ലുവിളികൾ എന്ന റിലേഷൻഷിപ്സാണ്. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അടുത്ത ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു മാനസിക പ്രകടനമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാകും. അതേപോലെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള പ്രായമായി, ജോലിയായി സെറ്റിൽ ചെയ്യണം എന്നുള്ള ഒരു പ്രഷർ കൂടി അഡൽട്ട്ഹുഡിൻ്റെ ആദ്യത്തിൽ വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. താരതമ്യേന ചെറിയൊരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിതിൽ കവർ ചെയ്യാനുള്ളൂ. താങ്ക് യു.